ഹായ്. ബിഗ് ബോസ് സീസൺ 7-ൽ ബിഗ് ബോസ് ഗെയിം എന്താണ് എന്ന് കൃത്യമായി അറിയുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് അനീഷാണ്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അനീഷിന് കൃത്യമായിട്ട് അറിയാം ബിഗ് ബോസ് ഗെയിം എന്താണ് എന്ന്. ബിഗ് ബോസ് ആദ്യം മുതൽ തന്നെ കാണുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അനീഷ്. അനീഷിനറിയാം അവിടെയുള്ള സ്ട്രാറ്റജി, എല്ലാ കാര്യങ്ങളും അനീഷിനറിയാം. പ്രേക്ഷകർ എങ്ങനെ ഒരാളെ സ്വീകരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം അനീഷിനറിയാം. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഈ സീസൺ 7-ൽ അത് കൊണ്ടുവന്നത് അനീഷ് തന്നെയാണ്. അനീഷ് ഒറ്റപ്പെടാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ പ്രേക്ഷകർ ആ വ്യക്തിയെ സ്വീകരിക്കുമെന്ന് അനീഷിന് കൃത്യമായിട്ട് അറിയാം. ബിഗ് ബോസ് സീസൺ 7 അവസാനത്തോടെ അടുക്കുമ്പോൾ അതുവരെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയെ പരിഹസിച്ചുകൊണ്ടിരുന്ന ഈ പറയുന്ന അക്ബർ ആ സ്ട്രാറ്റജി ഏറ്റുപിടിച്ചു. അക്ബർ ഒറ്റപ്പെടാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു. ഈ സമയത്ത് ഇടയ്ക്ക് സെൻഡി കാർഡും കാണിച്ചു. അപ്പോഴാണ് അനുമോളുടെ ആ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി. അനുമോൾ അത് സ്ട്രാറ്റജിയായി എടുത്തതാണോ റിയൽ ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അനുമോൾ അവിടെ ഒറ്റപ്പെടാൻ തുടങ്ങുകയായിരുന്നു. അതായത് ആദില, നൂറ ഇവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അനുമോൾ അവസാനിച്ച് സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുന്നു. ഇവർ തമ്മിൽ പൊരിഞ്ഞ വഴക്കാവുന്നു. അതായത് കിച്ചൺ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വഴക്ക് നടക്കുന്നു. കിച്ചൺ വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്? തീർച്ചയായും അവിടെ കൂടുതൽ തെറ്റ് അനുമോളുടെ ഭാഗത്ത് തന്നെയാണ്. പക്ഷേ നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അനുമോൾ പാവം, ആദില നൂറ വളരെ മോശം എന്നുള്ളതാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ആദില നൂറ വളരെ രൂക്ഷമായി പ്രതികരിക്കുന്നു. അനുമോൾ കരഞ്ഞുകൊണ്ട് സങ്കടത്തോടെ പ്രതികരിക്കുന്നു. അതിനുശേഷം തന്റെ നിസ്സഹായാവസ്ഥ കരഞ്ഞുകൊണ്ട് പറയുന്നു. മറ്റുള്ളവർ അത് പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നത്. ആദില നൂറയാണ് ഇവിടെ പ്രശ്നം എന്ന് ചിന്തിക്കുന്നത്. രണ്ടുപേരുടെ ഭാഗത്തും പ്രശ്നമുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ അനുമോൾ ഒറ്റപ്പെടുകയാണ്. അനുമോൾക്കെതിരെ എല്ലാവരും രംഗത്ത് വരുന്നു. ഇപ്പോൾ അക്ബർ ആയാലും ഷാനവാസ് ആയാലും എല്ലാവരും. ഷാനവാസൊക്കെ എന്തുകൊണ്ട് അനുമോൾക്കെതിരെ തിരിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് കൃത്യമായി ഷാനവാസിന് അറിയാം. അതുകൊണ്ടാണ് ഷാനവാസ് എല്ലാം അനുമോൾക്കെതിരെ തിരിയുന്നത്. ഷാനവാസ് ബിഗ് ബോസ് ഇതുവരെ കണ്ടിട്ടില്ല. ഷാനവാസിന് കൃത്യമായിട്ട് ബിഗ് ബോസ് ഗെയിം എന്താണ് എന്നറിയില്ല. ഷാനവാസ് അവിടെ ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷെ ബിഗ് ബോസ് ഗെയിം കൃത്യമായിട്ട് ഷാനവാസിന് അറിയില്ല. അതുകൊണ്ട് തന്നെ തെറ്റ് കണ്ടാൽ ഷാനവാസ് ചോദ്യം ചെയ്യും, അതിനെക്കുറിച്ച് പറയുകയും ചെയ്യും. അത് അയാൾ റിയൽ ആയതുകൊണ്ടാണ്. ഇവിടെ അനീഷ് അനുമോൾക്കൊപ്പം നിൽക്കുന്നു. അതെന്തുകൊണ്ടാണ്? എല്ലാവരും അനുമോളെ ഒറ്റപ്പെടുത്തുന്നു. അനുമോൾ ഒറ്റയ്ക്കിരുന്ന് കരയുന്നു. പ്രേക്ഷകർ അനുമോളിലേക്ക് ചേക്കേറും എന്ന് അനീഷിന് കൃത്യമായിട്ട് അറിയാം. അതായത് ബിഗ് ബോസ് സീസൺ 7 തീരാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ സമയത്ത് ഇങ്ങനൊരു ഒറ്റപ്പെടൽ, എല്ലാവരും ചേർന്ന് ഒരാളെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അയാൾ കുതിച്ചു കയറുമെന്ന് അനീഷിന് കൃത്യമായിട്ടറിയാം. ഇതിനു മുൻപ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കിയെടുത്ത വ്യക്തിയാണ് ഈ പറയുന്ന അനീഷ്. ഇവിടെ അനുമോൾ റിയലായി ഒറ്റപ്പെടുന്നു. അവിടെ അനുമോൾക്കെതിരെ സംസാരിച്ചാൽ കയ്യിന്ന് പോകും എന്ന് കൃത്യമായിട്ട് അനീഷിനറിയാം. അനീഷ് അനുമോൾക്കൊപ്പം ചേരുന്നു. അനീഷ് എപ്പോഴെങ്കിലും അനുമോളുടെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അനീഷ് പറയുന്ന കാര്യം ഇതാണ്: അനുമോൾ ചെയ്ത അതേ തെറ്റ് നിങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളും ഇതിനു മുൻപ് അനുമോൾ ചെയ്ത അതേ കാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അനീഷ് പറയുന്നത്. ഇവിടെ അനുമോൾക്ക് കട്ട സപ്പോർട്ടുമായിട്ട് അനീഷ് നിൽക്കുന്നു. അനുമോളെ ഒറ്റപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്ന് ലൈവിൽ അനുമോളെയും ആദില നൂറയെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ അനീഷ്. എന്താണ് കാരണം? ഇവർ ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നടക്കില്ല. അവരങ്ങ് ഒരുമിച്ച് മുന്നോട്ട് പോകും എന്നുള്ളത് അനീഷിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ലൈവിൽ അനുമോളെ വിളിച്ചിരുത്തി സംസാരിക്കുന്നു, ആദിലയെ വിളിച്ചിരുത്തുന്നു, നൂറയെ വിളിച്ചിരുത്തുന്നു. നിങ്ങൾ ഒന്നാവണം എന്ന് പറഞ്ഞ് അനീഷ് മാക്സിമം ശ്രമിക്കുന്നു. എന്താണ് അതിനുള്ള കാരണം? ബിഗ് ബോസ് എന്താണ് എന്ന് കൃത്യമായി അറിയുന്ന ഒരാൾ ചെയ്യുന്ന കാര്യമാണിത്. അദ്ദേഹത്തിന്റെ ഗെയിമാണത്. അദ്ദേഹം കൃത്യമായി അവിടെ ഗെയിം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അനീഷ് മുൻപത്തെ പോലെ വെറുപ്പിക്കുന്നില്ല. ഇപ്പോൾ ബുദ്ധിപരമായിട്ടാണ് അനീഷ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അനീഷ് ചെയ്യുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി അനുമോളുടെ ഗെയിം പൊളിക്കുകയാണ്. അനുമോൾ അറിഞ്ഞിട്ടോ അറിയാതെയോ ചെയ്തിട്ടുള്ള ആ ഒരു സാധനം അനീഷ് ഇല്ലാതാക്കുകയാണ്. അതിലൂടെ അനുമോൾ മുന്നോട്ട് വരരുത് എന്നുള്ളൊരു ആഗ്രഹം അനീഷിനുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ആ ഒറ്റപ്പെടൽ വിജയിച്ചു കഴിഞ്ഞാൽ അനീഷിന്റെ കാര്യം കട്ടപ്പുകയാകും എന്ന് അനീഷിന് കൃത്യമായിട്ട് അറിയാം. എന്തായാലും ഇപ്പോൾ അനുമോളും മറ്റുള്ളവരും തമ്മിലുള്ള പ്രശ്നം ഈ പറയുന്ന അനീഷ് അങ്ങ് തീർത്തു വിടുകയാണ്. അനുമോളും അവരും സ്നേഹത്തോടെ കഴിയണമെന്ന് അനീഷ് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കാനുള്ള കാര്യം എന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ ഒരുമിച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ സംസാരിച്ച് ചിരിച്ചു കളിച്ച് അങ്ങനെ പോവും. പിന്നീട് വലിയ ചലനമൊന്നും അനുമോൾക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് കൃത്യമായിട്ടറിയാം. അതുതന്നെയാണ് ഇവിടെ അനീഷ് ഉദ്ദേശിക്കുന്നത്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഒരാളെ കൊണ്ടും നടത്താൻ അനീഷ് സമ്മതിക്കില്ല. അത് തനിക്ക് മാത്രമുള്ളതാണ് എന്നുള്ള ചിന്തയിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.